ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തെ സ്തുതിക്കും. നമുക്ക് അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ചിന്തിക്കുന്നു. 11-ാം അധ്യായം. അതിൻ്റെ ആരംഭ വാക്യങ്ങൾ 10-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൻ്റെ ഒരു തുടർച്ചയാണ്, ഒരാവർത്തനമായി പറഞ്ഞിരിക്കുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലെ പത്രോസ് ചെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ രക്ഷണീയ പദ്ധതിയിൽ വിജാതീയരെ സുവിശേഷത്തിൽ പങ്കാളികളാക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഭാഗം പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിന് ദൈവം ഉപയോഗിച്ചതായ ഒരു വഴി, അതിൻ്റെ മുഖാന്തരം എന്തായിരുന്നു എന്നാണ് ഈ രണ്ട് സംഭവങ്ങളും, അല്ലെങ്കിൽ ഒരു സംഭവം തന്നെ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചെഴുതിയിരിക്കുന്നു. ദൈവവചനത്തിൽ ഒരു സംഭവം തന്നെ ആവർത്തിച്ചെഴുതുമ്പോൾ സാധാരണ നമ്മൾ ആവർത്തിച്ചെഴുതുന്ന കാര്യങ്ങൾ മിസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വിടാറുണ്ട്, കാരണം ഒരേ സംഭവമാണല്ലോ എന്ന് കരുതി. എന്നാൽ ദൈവവചനം ഒരു കാര്യം തന്നെ ആവർത്തിക്കുമ്പോൾ അതിന് ചില പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതിന് ചില പ്രത്യേകതയുണ്ടെന്നുള്ളത് നമുക്കതൊന്നുകൂടെ ആഴമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെയും അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരേ സംഭവം തന്നെ രണ്ട് പ്രാവശ്യം ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ തന്നെ നിശ്ചയമായിട്ടും അതിൽ ചിന്തനീയമായ ചില കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കൈസരിയിൽ ചെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം പത്രോസ് പ്രസംഗിക്കുന്നു. ധാരാളം പേര് കർത്താവിനെ അറിയുവാനും ഒരുപക്ഷെ ജാതികളിൽ നിന്ന്, വിജാതീയ ഭാഗങ്ങളിൽ നിന്ന് ആദ്യമായി വലിയൊരു കൂട്ടം ആളുകൾ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ കൂടി വന്നവർ കർത്താവിനെ അറിയുവാനിടയായി. അതിനെക്കുറിച്ച് പത്രോസ് യഹൂദിയർ അല്ലെങ്കിൽ യെരുശലേമിൽ വരുമ്പോൾ അവിടെയുള്ള അപ്പോസ്തലന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആ നടന്ന സംഭവങ്ങളെല്ലാം വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ സംഭവങ്ങളിൽ രണ്ടിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറെക്കുറെ ഒന്ന് തന്നെയാണ്, എങ്കിലും അതിൻ്റെ വിശദീകരണത്തിൽ അല്പമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അത് ആ സംഭവത്തിൻ്റെ കാതലായ സത്യങ്ങളെ ഒന്നും മാറ്റുന്നതല്ല. സുവിശേഷങ്ങളിലും നമ്മളിങ്ങനെ കർത്താവ് പറഞ്ഞ ആ സംഭവങ്ങൾ, സമവീക്ഷണ സുവിശേഷം എന്നറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ തമ്മിലുള്ള അതിൻ്റെ വിശദീകരണത്തിലുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച് വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പല നിലയിൽ അതിനെ വിശദീകരിക്കാറുണ്ട്. അതിന് സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ സമവീക്ഷണ സുവിശേഷങ്ങൾ ഒരു കാര്യം തന്നെ ചിലപ്പോൾ രണ്ടുപേരെന്നുള്ളത് ഒരാളെന്നായിരിക്കും. എന്നാൽ അതിനെ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നവർ അതിനെ ആ നിലയിൽ കാണുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതൊന്നുകൂടെ വാസ്തവത്തിൽ വേദപുസ്തകം വിശ്വസനീയമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഈ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഒരു സംഭവം വീണ്ടും പത്രോസിൻ്റെ വാക്കുകളിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ, ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരുശലേമിലെത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. ഇതാണ് അതിൻ്റെ ആരംഭം. ഇതിനു മുമ്പ് നമ്മൾ കാണുന്നുണ്ട്, ശമരിയർ ദൈവവചനം കേട്ടപ്പോൾ, അവിടെ നമ്മൾ 8-ാം അധ്യായത്തിൽ വായിച്ചു. അതിൻ്റെ 8-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെ യോഹന്നാനെ അവരുടെ അടുക്കിലേക്ക് അങ്ങോട്ട് അയച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർ വന്ന്, യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ എന്ന് പറയുമ്പോൾ അവർ കടന്നു വന്ന് അവിടെ നടന്ന സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളാകുകയും അപ്രകാരം അവരും അതിൽ പങ്കാളികളായി, അല്ലെങ്കിൽ അവരും അതിൽ സന്തോഷിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസ് തിരികെ യെരുശലേമിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള പരിച്ഛേദനക്കാർ എന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ലേഖനങ്ങളിലും ഇവിടെയുള്ള വേദഭാഗത്തുമൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ വിശ്വാസ സമൂഹം തന്നെയാണ്, അഥവാ യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെയാണ് പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. അപ്പോൾ ദൈവസഭയിലുള്ള യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെയാണ് പരിച്ഛേദനക്കാർ എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവർ പത്രോസിനോട് ചോദിക്കുകയാണ്,
അല്ലെങ്കിൽ വാദിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത്. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് വിശദമായ, അല്ലെങ്കിൽ അവർക്കത് ഞാൻ പറഞ്ഞില്ല, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൊർന്നേലിയോസ് എന്ന് പറയുന്ന ആൾ നമുക്കറിയാം റോമൻ പടയാളികളിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സൈന്യാധിപനാണ്. 100 പേരുടെ അധിപനായിട്ടൊരു സെഞ്ചുറിയനാണ് കൊർന്നേലിയോസ്. യഹൂദന്മാരുടെ ചിന്താഗതിയിൽ റോമൻ പടയാളികൾ എന്ന് പറയുന്നത് തീർത്തും ദൈവവചനത്തിന് വിരോധികളായി ജീവിക്കുന്നവർ, ലൗകികന്മാരായി ജീവിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ വളരെ യഹൂദ ജനത്തിന് വളരെ ദ്രോഹം ചെയ്യുന്നവരാണെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ രാജ്യം പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ അവർ കീഴടക്കിയിരിക്കുന്നു എന്നുള്ള ഒരു എതിർപ്പും ഇവരോട് പൊതുവെ യഹൂദന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വെറുക്കുന്ന ഒരു ആൾക്കാരാണ് യഹൂദന്മാർ. അവർ കാത്തിരുന്നത് ഒരു മശിഹ വന്ന് ഞങ്ങളെ ഈ രാജ്യത്തു നിന്ന് സ്വന്തമാക്കി സ്വന്തമായ ഒരു രാജ്യം അവർക്ക് ലഭിക്കുമെന്നുള്ള മശിഹയെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നവരായിരുന്നു യഹൂദന്മാർ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലം. എന്നാൽ ദൈവം ഈ വിജാതിയുടെ ഇടയിലേക്ക് സുവിശേഷം കടന്നു ചെല്ലുവാനായിട്ട് ദൈവം തൻ്റെ പദ്ധതി ഒരുക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതകരമായി മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു സംഭവം, ദൈവം എന്ത് ചെയ്യുന്നു, ഈ വിജാതിയരിൽ നിന്ന് ഉള്ള ഒരാളെ തന്നെ, അല്ലെങ്കിൽ അതിൽ തന്നെ യഹൂദന്മാർ ഏറ്റവും വെറുക്കുന്ന ഒരാളെ തന്നെ തിരഞ്ഞെടുക്കുന്നു. പത്രോസിനെ മറുഭാഗത്തും ദൈവത്തിൻ്റെ വചനം സുവിശേഷം പറയുവാനായിട്ട് പത്രോസിനെയും ഒരുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് വരാമെങ്കിൽ ഈ സംഭവം, അപ്പോൾ ഇങ്ങനെയാണ് ആ സംഭവം അവിടെ നടക്കുന്നത്. പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും അധികമായി അവരെ എതിർത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, യഹൂദന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ആദ്യമായിട്ട് പത്രോസ് അവരെ അഭിസംബോധന ചെയ്ത് പറയുന്ന ഒരു വാചകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ കണ്ടു. അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമാണ്. അപ്പം യഹൂദനെ സംബന്ധിച്ച് ജാതികളുമായി ഇടകലരുന്നതും അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ അവരെ സംബന്ധിച്ച് ധാരാളം സ്ട്രിക്റ്റ് റൂൾസ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പരിച്ഛേദനക്കാരെ സംബന്ധിച്ച് അവർ ഏറ്റവും അധികം അവരെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നൊരു കാര്യം ഇതായിരുന്നു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ പോയി എന്ത് ചെയ്തു, അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോഴാണ് പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്. അപ്പോൾ ഇത് വാദിച്ച് വന്ന പരിച്ഛേദനക്കാരോട് ഈ കാര്യങ്ങളുടെ ആദ്യം മുതൽ എന്താണ് സംഭവിച്ചത് എന്ന് ക്രമമായി അവരോട് വിവരിച്ചു പറയുന്നതാണ് വീണ്ടും 10-ാം അധ്യായത്തിലെ സംഭവം ആവർത്തിക്കാനുണ്ടായ ഒരു മുഖാന്തരം. അതാണ് നമ്മൾ താഴോട്ട് വായിച്ചു വരും. നമുക്ക് ആ സംഭവം അറിയാവുന്നത് വീണ്ടും അത് വായിപ്പാൻ ആവർത്തിക്കുന്നില്ല. അതിലെ ചില വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയ്ക്കായിട്ട് താഴോട്ട് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വിശദീകരണമാണ്. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 10-ാം അധ്യായത്തിലെ അതേ സംഭവം തന്നെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നൊരു ഭാഗമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ആത്മീയ സത്യം, അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പല പ്രാധാന്യമർഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു കാര്യം തന്നെ ഇവിടെ ലൂക്കോസ് ആവർത്തിച്ചെഴുതിയിരിക്കുന്നു. അതിനകത്ത് ഒരു പ്രാധാന്യമുണ്ട്. ചില കാര്യങ്ങൾ ആവർത്തനം വന്നിരിക്കുന്നത് കൊണ്ട് നമുക്കതിൽ നിന്ന് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാതെ പോകാനുള്ള സാധ്യതയുണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് അത് കൂട്ടിച്ചേർത്തതിന് പിന്നിൽ അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ഇവിടെ പത്രോസിനെ ഈ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് പത്രോസിനെ ഒരുക്കുന്ന ഭാഗം നമ്മൾ ഓൾറെഡി അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ അതിൻ്റെ ആരംഭമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. തോൽക്കൊല്ലനായ ശീമോൻ്റെ ഭവനത്തിൽ പോയി പത്രോസ് പാർക്കുന്നു. അത് തന്നെ ആ ഒരുക്കത്തിൻ്റെ ഭാഗമായിരുന്നു. കൊർന്നേലിയോസ് എന്ന് പറയുന്ന ഒരു റോമൻ പട്ടാളക്കാരനെ ചെന്ന് കണ്ട് അവനോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ ആ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ക്രമേണ പത്രോസിനെ ദൈവം അതിനായിട്ട് ഒരുക്കിക്കൊണ്ടിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ ഒരു സംഭവത്തിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തായിരുന്നു, ഈ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് അവനെ അയച്ച്
ജീവനുള്ള സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് വിജാതീയരെയും കൂടെ ഉൾപ്പെടുത്തിയതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അനന്തര ഫലം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടി വന്നാൽ അവിടെ ഒറ്റ വാക്കിലത് പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 3-ന്റെ 6. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകേണ്ടതിന് തന്നെ എന്നുള്ളത് തന്നെ. അതിൻ്റെ മുന്നിലുള്ള വാക്യം വായിച്ചാൽ അറിയാം. ഇത് പൂർവ്വകാലങ്ങൾക്ക് ആ വാക്യം ഒന്ന് വായിക്കാൻ പ്ലീസ്. വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അപ്പോൾ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൈവമർമ്മത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ പത്രോസിനെ ദൈവം ഒരുക്കുന്ന ആദ്യത്തെ സംഭവമാണ്. ജാതിയുടെ അടുക്കിലേക്ക് സുവിശേഷം ചെല്ലുവാനായിട്ട് ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ, ഇന്ന് രാത്രി നമ്മളും ഇന്നിവിടെ ഇരിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്നത്തെ ആ സംഭവത്തിൻ്റെ അനന്തരഫലം കൂടെയാണ്. കർത്താവിനെ അറിയാൻ നമുക്ക് മുഖാന്തരമായി തീർന്നതിൻ്റെ, അല്ലെങ്കിൽ അതിനുവേണ്ടി പത്രോസ് ഒരുക്കപ്പെട്ടതും ദൈവം അതിനുവേണ്ടി ഒരാളെ ഒരുക്കിയതും അവർ തമ്മിൽ കണ്ടുമുട്ടിയതും, അങ്ങനെ സുവിശേഷം വിജാതീയരുടെ അടുക്കിലേക്കും യഹൂദന്മാരിൽ നിന്ന് ആ ഒരു ചുറ്റുപാടിൽ നിന്ന് വിജാതീയരിലേക്ക് പോകുവാനുള്ള ഒരു വാതിലായിട്ടാണ് നമുക്ക് ഈ സംഭവത്തെ കാണുവാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനു മുമ്പ് ജാതികളിൽ നിന്ന് ചിലരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഔദ്യോഗികമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലെ കൊർന്നല്യോസിൻ്റെ മാനസാന്തരമാണ്, ആ ഭവനത്തിലുള്ളവരുടെ മാനസാന്തരമാണ് വാസ്തവത്തിൽ ജാതികളിൽ നിന്നുള്ള കർത്താവിലേക്ക് വന്നവരെക്കുറിച്ചുള്ള ചരിത്രം പഠിക്കുമ്പോൾ വേദപണ്ഡിതന്മാരെല്ലാം വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കൊർന്നല്യോസിൻ്റെ ഭവനത്തിലെ ഈ സംഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്നും നമുക്കതിൻ്റെ അനന്തരഫലമായിട്ട്, അപ്പോൾ പത്രോസ് അതിനുവേണ്ടി ഒരുക്കപ്പെട്ടത് നിമിത്തമായി അതിൻ്റെ അനന്തരഫലം ഇന്നും നമ്മളത് അനുഭവിക്കുവാൻ തക്കവണ്ണം കാരണമായി. ജാതികൾ കർത്താവിൻ്റെ സുവിശേഷത്താൽ നമ്മൾ അതിൽ പങ്കാളികളായി തീർന്നു, കൂട്ടവാസികളായി തീർന്നു, ഏക ശരീരസ്ഥരായി മാറി, വാഗ്ദത്തത്തിൽ പങ്കാളികളുമായി മാറി. ഇനി നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണത്തിൽ അല്പാൽപ്പം മാറ്റങ്ങൾ, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പത്രോസ് നമ്മൾ ആകാശത്ത് ഇറങ്ങി വരുന്ന ആ തുപ്പട്ടിയെക്കുറിച്ച് നമ്മൾ വായിച്ചു. അവിടെ 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസമെന്ന് ചോദിച്ചാൽ, 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നവൻ പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി, അവന് വളരെ 10-ന്റെ 10-ാം വാക്യം അവിടെ നമ്മൾ കാണുന്നത് പത്രോസിന് ഭക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷിക്കുവാനായിട്ട് വിശന്നെന്ന് എഴുതിയിട്ടുണ്ട്, ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് അവർ ഒരുക്കാനായിട്ട് പോയി, അന്നേരം ഒരു വിവശത വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ലൂക്കോസിൻ്റെ വാക്കുകളിൽ അങ്ങനെ എഴുതിയെങ്കിൽ പത്രോസ് ഇത് വിവരിക്കുമ്പോൾ തനിക്ക് വിശപ്പ് വന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. 5-ാം വാക്യം ഒന്ന് വായിച്ച് 11-ന്റെ 5. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിലൊരു ദർശനം കണ്ടു. അവിടെ പത്രോസിൻ്റെ വിശപ്പിൻ്റെ കാര്യം പത്രോസ് വിശപ്പിൻ്റെ കാര്യം അവിടെ എടുത്തു പറയുന്നില്ല. അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മളതിൻ്റെ വിശദമായിട്ട് വായിക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പ്രധാന സത്യങ്ങളുമായിട്ടൊന്നും മാറ്റങ്ങൾ വരുന്നില്ല എന്നതുകൊണ്ട് നമുക്കത് പ്രാധാന്യമുള്ളതല്ല. അങ്ങനെ അതേ കാര്യം തന്നെ പത്രോസ് ഇവിടെ ക്രമമായിട്ട് വിവരിച്ച് പറയുകയാണ്. താഴോട്ട് നമ്മൾ വരുമ്പോൾ അങ്ങനെ അവരോട് ഇതെല്ലാം ക്രമമായി വിവരിച്ച് പറഞ്ഞു. അതിന് അനന്തരഫലമായി നമ്മൾ വായിക്കുന്നത്, താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിൻ്റെ 17 മുതൽ ചില വാക്യോടെ വായിച്ചാട്ടെ. നമുക്ക് തന്നതുപോലെ കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആര്? ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ ആ വാക്കുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഇവിടെ അവരിത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. വാസ്തവത്തിൽ ആ വാക്യത്തിൽ തന്നെ ഒരു വിരോധാഭാസമുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ ഇത് കേട്ടപ്പോൾ
മിണ്ടാതിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞു, അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ മഹത്വപ്പെടുത്തിയെന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കെന്ന് പറയുന്നത് ഒരു കൺഫെഷനാന്ന് പറയുന്ന ഒരു വേർഡാണ്. ദാറ്റ് മീൻസ് ഒരു കുറ്റം ഏറ്റു പറയുന്നത് പോലെയാണ് ഇവരിത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മളതിനെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവർ പത്രോസിനോട് വാദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പത്രോസ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോയി ജാതികളുമായി ഭക്ഷണം കഴിച്ചതും അവരോടൊരുമിച്ച് സഹവാസം ചെയ്തതുമാണ് വാസ്തവത്തിൽ യഹൂദയിലുള്ള അപ്പോസ്തലന്മാർ ചോദ്യം ചെയ്തത് എന്നുള്ളത് അവിടെ വ്യക്തമാണ്. ഇനിയും ഈ 2 അധ്യായങ്ങളൂടെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അതിനകത്തെ പ്രധാന 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മനുഷ്യരുടെ ചിന്താഗതികൾ. ഞാൻ പറഞ്ഞില്ല, പത്രോസിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പത്രോസിനറിയാം. യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ മൊഴിയിൽ അല്ലെങ്കിൽ അവസാനത്തെ ആ ഗ്രേറ്റ് കമ്മീഷനിൽ നിങ്ങൾ സകല ജാതികളുടെയും അടുക്കൽ പോയി കർത്താവ് കൽപ്പിച്ചതൊക്കെ അവരെ ഉപദേശിക്കണമെന്നും അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനപ്പെടുത്തുവാൻ ശിഷ്യരാക്കിക്കൊള്ളുവാനും ഒക്കെ കൽപ്പിച്ച വിവരമൊക്കെ പത്രോസിന് അറിയാമെങ്കിലും നമുക്കറിയാം, ഇതുവരെയും നമ്മൾ ഈ വായിച്ചു വന്ന ഈ വേദഭാഗം 10-ാം അധ്യായം വരെ വരുമ്പോൾ ആ നിലയിൽ വിജാതിയരുടെ അടുക്കിലേക്കുള്ള വലിയ ഒരു സുവിശേഷീകരണം നടക്കുന്നില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആരംഭ അധ്യായങ്ങളിലെല്ലാം യെരുശലേമിൽ അത് തുടങ്ങി. ശമരിയർ അതൊരു സങ്കരജാതിയായിരുന്നു. അവരുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിച്ചു. ശമരിയ പട്ടണം കർത്താവിനെ അറിഞ്ഞു. അതിനുശേഷം വളരെ ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ മാത്രമേ നമ്മൾ പിന്നീട് കാണുന്നുള്ളൂ. ശൗലിൻ്റെ മാനസാന്തരമാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്നാൽ വലിയ നിലയിൽ ജാതികളിലേക്ക്, വിജാതികളിലേക്ക് സുവിശേഷമായി കടന്നു പോകുവാൻ പത്രോസിനെ നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. വിജാതിയുടെ അപ്പോസ്തലനായിട്ടാണ് പത്രോസിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് പോകുവാൻ പത്രോസിനെ ഒരുക്കുന്ന ഒരു വലിയ സംഭവമാണിത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇത് പത്രോസിനെ ദൈവം അതിനുവേണ്ടി ഒരുക്കിയതായ ഒരു സാഹചര്യം കൂടെ ആയിരുന്നു ഈ സംഭവം എന്നുള്ളതിന് നമുക്ക് അത് നല്ലൊരു ഉദാഹരണം തന്നെയാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ പത്രോസ് പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ചൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിലെ ആ ഉണർവിന് ദൈവമുഖാന്തരമാക്കിയത് പത്രോസിനെയും തൻ്റെ പ്രസംഗത്തെയും അതിനുശേഷം നടന്ന സംഭവങ്ങൾക്കെല്ലാം പത്രോസ് സാക്ഷിയാണ്. അതിവിടെ എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ പിന്നീടുള്ള ഓരോ സംഭവങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ ഈ അധ്യായത്തിൽ നിന്ന് ചില ആത്മീയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഞാൻ ഓർപ്പിച്ചല്ലോ, മനുഷ്യർക്കെല്ലാം പുറമേ ഉള്ളത് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം, 2 നമ്മൾ വളർന്നു വരുന്ന ഒരു പശ്ചാത്തലം. ഇത് രണ്ടും മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് ദൈവവചനം നമ്മൾ ഇത് പഠിക്കുമ്പോൾ പത്രോസിന് തന്നെ ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ തൻ്റെ ഉള്ളിലുള്ള ചിന്താഗതികളുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് പത്രോസിനെ എപ്രകാരം അതിനെ സഹായിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. അപ്പോൾ ആ ഒരു നിലയിൽ പത്രോസിനെ മാറ്റിയെങ്കിൽ മാത്രമേ ദൈവത്തിന് പത്രോസിനെ ഉപയോഗിക്കാനായിട്ട് കഴിയുണ്ടായിരുന്നുള്ളൂ എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്നത്തെ പശ്ചാത്തലം ഈ യഹൂദന്മാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ റോമൻ പടയാളി, ഇവർ 2 പേരുമാണല്ലോ ഇതിനകത്തെ പ്രധാന ക്യാരക്ടേഴ്സ്. അപ്പോൾ റോമൻ പടയാളിയെ സംബന്ധിച്ച് അവരന്ന് സ്വീകരിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരായിരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് യവനായ അല്ലെങ്കിൽ ഗ്രീക്ക് കൾച്ചറാണെന്നുണ്ടായിരുന്നത്. ഈ പട്ടണങ്ങളിലെല്ലാം അതോടെ ഒരു പ്രധാന പട്ടണമാണ് ഈ കൈസരി എന്ന് പറയുന്നത്. റോമൻ പട്ടണങ്ങളിൽ 3-ാമത്തെ സ്ഥാനം വഹിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കൈസരി എന്ന് പറയുന്നത് യവനായ സംസ്കാരത്തിൽ. അപ്പോൾ ഈ യവനായരാണ്, ഗ്രീക്കുകാരെന്ന് പറയുന്ന ആ ആളുകളാണ് മനുഷ്യരെ അന്ന് 2ആയി തിരിച്ചിരുന്നു. യവനായരും ബെർബരന്മാരും. അത് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ബെർബരന്മാരെന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷ അറിയാത്തവരെന്നുള്ളതാണ്. ആ ബാർബാർ എന്നുള്ള ശബ്ദത്തിൽ നിന്ന് തന്നെയാണ് വാസ്തവത്തിൽ ഈ ബെർബരന്മാർ എന്നുള്ള ശബ്ദം അല്ലെങ്കിൽ ഒരു പേര് വന്നതെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതായത് ഗ്രീക്ക് അറിയാവുന്ന ആളുകൾ ഇവർ പറയുന്ന ശബ്ദം ഇവർക്ക് തിരിയത്തില്ല. അവർ പറയുന്നത് ഈ ബാർ എന്നൊരു ശബ്ദമായിട്ടാണ് അവർക്ക് തിരിയുന്നത്. അങ്ങനെയാണ് ബാർബേറിയൻസ് എന്നൊരു പേര് വന്നത്. അപ്പം അവർ തന്നെയാണ് 2ആയിട്ട്. അപ്പോൾ ഗ്രീക്ക് കൾച്ചറും ലാംഗ്വേജും അറിയുന്നവരെ ആയിരുന്നു അന്ന് സമൂഹം ഉന്നതരായും അവരുടെ പശ്ചാത്തലത്തിലാണല്ലോ മുന്നോട്ട് ഇത് അന്നത്തെ സംസ്കാരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മറ്റുള്ളവരെ ബെർബരന്മാർ. അങ്ങനെ 2ആയി ഇവരെ തിരിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പടയാളികളായിരുന്നാലും റോമൻ
സിറ്റിസൺസ് ആയിരുന്നാലും അവർക്ക് സമൂഹത്തിൽ ഒരു ഉന്നതമായ സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റുള്ളവരെയെല്ലാം സമൂഹം ആ നിലയിൽ വേർതിരിച്ച് കണ്ടിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെയാണ് ഒരു സാമൂഹ്യ പശ്ചാത്തലം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെയാണ് ദൈവം പത്രോസിനെ ഈ വിജാതീയനായ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് അയക്കുന്നത്. ഈ സംഭവത്തോട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില ആത്മീയ പാഠങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്നും ലോകത്തിൽ അങ്ങനെയുള്ള വേർതിരിവുകൾ മനുഷ്യരെ നിറത്തിൻ്റെ വ്യത്യാസത്തിലുണ്ട്, രാജ്യങ്ങളുടെ വ്യത്യാസത്തിലുണ്ട്, സംസ്കാരത്തിൻ്റെ വ്യത്യാസത്തിലുള്ള വേർതിരിവുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അത് ഒരു പരിധിവരെ സുവിശേഷത്തിന് വിഘാതമായി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലൊക്കെ അങ്ങനെയുള്ള വേർതിരിവുകൾ വളരെ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. ചിലയിടങ്ങളിലൊന്നും നമുക്ക് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. സുവിശേഷമായി കടന്നു ചെല്ലാൻ കഴിയാത്ത നിലയിലുള്ള വേർതിരിവുകൾ മനുഷ്യരുടെ ഇടയിൽ ഒരുപക്ഷെ അവർ മുൻപ് വിശ്വസിച്ചിരുന്ന മതത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ തത്വസംഹിതയുടെയൊക്കെ പേരിൽ മനുഷ്യരെ മാറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം അങ്ങനെ ഒരു വേർതിരിവ് കാണുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാസ്തവത്തിലൂടെ പത്രോസിനോട് കർത്താവ് ദർശനത്തിൽ ഇത് പറയുമ്പോൾ ആരംഭത്തിൽ പത്രോസ് അതിനെ നിഷേധിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. രണ്ട് ഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവേ, ഒരിക്കലും പാടില്ല. അങ്ങനെ പറയാൻ കാരണം എന്താണ്? പത്രോസിനെ സംബന്ധിച്ച് അതിനൊരുക്കമല്ലായിരുന്നു. ഈ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ, ഒരു വിജാതീൻ്റെ ഭവനത്തിൽ പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളത് പത്രോസിനെ സംബന്ധിച്ച് ഒരിക്കലും സാധിക്കുന്നൊരു കാര്യമല്ല. ആ വീട്ടിൽ ചെല്ലുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരിടത്ത് ചെന്ന് ദൈവത്തിൻ്റെ വചനം പറയാനുള്ള ഒരുക്കം തനിക്കില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഇനി കൊർന്നല്യോസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ കൊർന്നല്യോസ് ഒരു ഹൈ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ആ റാങ്കിലുള്ള യഹൂദന്മാരുടെ പദവിയിൽ ആ റാങ്കിലുള്ള ഒരാളെന്ന് പറയുന്നത് അവരുടെ സംഘത്തിലെയും സംഘത്തിലെ ഒരാളായിരിക്കണം. അത്രയെങ്കിലും നമുക്കറിയാം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ആ നിലയിലുള്ള ഒരാളോടല്ലേ സംസാരിക്കേണ്ടത്. അപ്പം കൊർന്നല്യോസിനെ സംബന്ധിച്ചും ഒരു തോൽക്കൊല്ലനായ ഒരു ശിമോന്റെ വീട്ടിൽ പാർക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത ഒരു പത്രോസിനെ വിളിച്ച് ആ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കണം എന്ന് പറയുന്നതും കൊർന്നല്യോസിനെ സംബന്ധിച്ചും വാസ്തവത്തിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഇവരെ രണ്ടുപേരെയും കർത്താവ് അതിനുവേണ്ടി ഒരുക്കുന്നു. അത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. ഞാനവിടെ പറഞ്ഞത് ഈ വ്യക്തിപരമായ മുൻവിധികൾ മനുഷ്യർക്ക് എപ്പോഴും ഉണ്ടാകാം, അത് സമൂഹത്തിലുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുവാനായിട്ട് പത്രോസിനെ ദൈവം ഇവിടെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ആ നിലയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ രണ്ടു പേർക്കും തമ്മിൽ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. പത്രോസ് പറഞ്ഞതായ ആ ചിന്താഗതിയിൽ നിന്നിരുന്നെങ്കിൽ, പത്രോസ് പറഞ്ഞ യേശുവിനോട് അരുത് കർത്താവേ എന്ന് പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ആ വലിയ ദൈവീയ പദ്ധതിയിൽ അവർക്ക് ഭാഗമാകുവാനായിട്ട് കഴിയത്തില്ലായിരുന്നു. മറ്റൊന്ന്, നമുക്കറിയാം പത്രോസ് ഇത് പറയുമ്പോൾ തന്നെ പഴയ നിയമ ഭാഗങ്ങളിൽ ദൈവം തന്നെയാണ് അവർക്ക് കൽപ്പന കൊടുത്തിരിക്കുന്നത്. വിജാതീയരുമായിട്ട് ഇടപഴകരുതെന്നുള്ള പല കാര്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അപ്പോൾ പത്രോസിന് ഒരു യഹൂദൻ്റെ എല്ലാ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വിജാതീയരോട് ഇടകലരുവാൻ പാടില്ല എന്നുള്ളതിൻ്റെ കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് ആർക്കറിയാം? പത്രോസിനറിയാം. ധാരാളം വേദഭാഗം നമുക്കറിയാം, ദൈവം കൊടുത്ത പ്രമാണമാണ്. അതിൽ പ്രത്യേകിച്ചും ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി ജാതികളോടുള്ള ബന്ധത്തിൽ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ അതിന് ഒന്നുകൂടെ കയറി പറഞ്ഞാൽ അവിടെയെല്ലാം ഒന്നുകൂടെ പത്രോസിനോട് കർത്താവ് ഈ വചനത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ ദർശനത്തിൽ കൂടെ എന്താണ് പത്രോസിനോട് കർത്താവ് പറയുന്നത്? പഴയ നിയമത്തിൽ ഉദാഹരണമായിട്ട് എടുത്താൽ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം, ആ വാഗ്ദത്തത്തിനകത്ത് വാസ്തവത്തിൽ എന്തുണ്ട്? ജാതികളെയും കൂടെ കർത്താവ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഒന്നുകൂടെ വ്യക്തമായിട്ട് വചനത്തിലേക്ക് കണ്ണോടിച്ചാൽ പത്രോസിന് കാണുവാനായിട്ട് കഴിയും. നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ 11-ാം അധ്യായത്തിൽ അങ്ങനെ പഴയ നിയമ പശ്ചാത്തലം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പഴയ നിയമ ഭാഗങ്ങളിൽ ഒരു യഹൂദന് നിഷിദ്ധമായിരുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്ന ഈ പത്രോസ് എങ്ങനെയാണ് പിന്നെ ഈ വിജാതിയരോട് ചെന്ന് ഇടപഴകാൻ ആ സന്ദർഭത്തിൽ ഇടയായതെന്നുള്ളതിന് തെളിവായിട്ട് ഒരു വാക്യമുണ്ട്. 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 11-17 11-17 വാക്യം. വിശ്വസിച്ചവരായ നമുക്ക് അതിന്റെ മുന്നിലത്തെ വാക്യം വായിക്കുക. 16-ാമത്തെ വാക്യത്തിലുണ്ട്. അപ്പോൾ ഞാൻ
നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു. അപ്പോൾ പഴയ നിയമ ഭാഗമാണ് പത്രോസിന്റെ മനസ്സിലിരിക്കുന്നത്. ഞങ്ങൾ യഹൂദനാണ്, യഹൂദനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊന്നും അലൗഡല്ല. ഒരു അന്യജാതിക്കാരൻ്റെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല, പല നിയമങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ദൈവീയ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം എന്ത് ചെയ്തു? പത്രോസ് ഓർത്തു. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സുവിശേഷങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്. അപ്പോൾ യേശു ക്രിസ്തുവിൽ അവരുടെ ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെറിമോണിയൽ ലോസ് നമ്മൾ പഠിക്കുമ്പോൾ അത് ക്രിസ്തുവിൽ അത് ഫുൾഫില്ലായി. അത് കർത്താവ് അതിന് ഒരു 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 എന്താ പറയട്ടെ, ഒരു വ്യാഖ്യാനം നൽകി. എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലോട്ട് ചെല്ലുന്നതല്ല അവനെ അശുദ്ധമാക്കുന്നത്, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുന്ന ഭാഗം നമുക്ക്. അപ്പോൾ ഇതെല്ലാം പത്രോസ് ആ സന്ദർഭത്തിൽ ഓർത്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ ഉള്ളിൽ അപ്പോൾ പത്രോസിനെ ഈ നിലയിൽ കർത്താവ് മാറ്റിയെടുക്കുന്ന ഒരു ചരിത്രം കൂടെയാണ് വാസ്തവത്തിൽ നമ്മളിത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ പത്രോസിനെ ഒരുക്കി കൊണ്ടുവരുന്നതിൻ്റെ ഒന്ന് വേഗം ഞാൻ പറഞ്ഞ ഭാഗം മുന്നോട്ട് പോകട്ടെ. ഒന്ന് ഞാൻ പറഞ്ഞു, പത്രോസിൻ്റെ താമസം. തോൽക്കല്ലനായ ശീമോൻ്റെ വീട്ടിൽ ചെന്ന് യഹൂദന് നിഷിദ്ധമായിരുന്ന ഈ ടാനറായിരുന്ന അല്ലെങ്കിൽ തോലുകൊണ്ട് ജോലി ചെയ്യുന്ന മനുഷ്യൻ്റെ വീട്ടിൽ ചെന്ന് താമസിക്കുക എന്ന് പറയുന്നത് തന്നെ യഹൂദന് നിഷിദ്ധമായിരുന്നു. പക്ഷേ ഈ ശീമോൻ, തോൽക്കല്ലനായ ശീമോൻ ഒരു വിശ്വാസിയായിരുന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് താമസിക്കാൻ ഇടയായത് തന്നെ ഒരു പ്രാരംഭ ഒരുക്കമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2, ഈ ദർശനത്തെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. 3 പ്രാവശ്യം അല്ലേ? 3 പ്രാവശ്യം ഈ ദർശനം ആവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 3 പ്രാവശ്യം കർത്താവ് ഇതേ ദർശനം തന്നെ പത്രോസിന് നൽകുന്നു. അതും ഒരുക്കമാണ്. ഒരു പ്രാവശ്യമല്ല, വീണ്ടും പത്രോസിനെ ഉറപ്പിക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം അത് താൻ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 ഭാഗത്തും അത് വിശദീകരിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? 10:23. അപ്പോൾ ഈ തോൽക്കൊല്ലനായ ശീമോന്റെ അടുക്കല് ഈ കൈസറിയയിൽ നിന്ന് അയച്ച ആളുകൾ വരികയാണ്. ഈ സ്വപ്നം കണ്ടത് എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറെക്കുറെ പത്രോസിന് ആ ദർശനത്തെക്കുറിച്ചൊരു ബോധ്യം വന്നിങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് തൻ്റെ അടുക്കലേക്ക് കൈസരിയിൽ നിന്ന് ആളുകൾ വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ തനിക്ക് ബോധ്യമാവുകയാണ് ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ വന്ന ആളുകളെ, അവരാരാണ്? വാസ്തവത്തിൽ വിജാതീയരാണ്. അവരെ സ്വീകരിച്ച് വീട്ടിൽ കയറ്റി അവരെ താമസിപ്പിക്കുകയാണ്. നോക്കുകയാണ് അങ്ങോട്ട് ചെന്നപ്പോൾ ആ മാറ്റം നമ്മൾ ശ്രദ്ധിക്കുക. അവരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ല, യഹൂദൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവിടുന്ന് ആ മാറ്റം തുടങ്ങുകയാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നത് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെന്നതിന് ശേഷം അതിന്റെ 28-ാം വാക്യം, 10:28. 11 അതുണ്ട്, 10 നമ്മൾ 28-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോൾ അവിടെ ചെന്ന് ഈ ജനക്കൂട്ടത്തെ എല്ലാം കണ്ടപ്പോൾ തനിക്ക് സന്തോഷമുണ്ടായെങ്കിലും പെട്ടെന്ന് താൻ ഈ കാര്യം പറയുന്നെങ്കിൽ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ തന്നെ കാരണം എന്താണ്? ഇങ്ങനെയാണ് ഞങ്ങൾ ആയിരുന്നത്, പക്ഷേ ഈ നിയമങ്ങളെ ഞാൻ ലംഘിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് പത്രോസോടെ പറയുന്നത്. കാരണം ദൈവം എനിക്ക് ദർശനത്തിൽ ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. വിജാതിയുടെ അടുക്കലേക്ക് ഈ സുവിശേഷം ചെല്ലേണ്ട പദ്ധതിക്കായി ദൈവം എന്നെ ഒരുക്കി എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെന്ന് മനഃപൂർവ്വം ആ ജൂയിഷ് ലോസിനെ ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അവരോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനായിട്ട് പത്രോസ് പിന്നീട് തുടങ്ങുകയാണ്. ഈ 3-4 കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നു ദൈവവചനം പ്രസംഗിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക. വീണ്ടും നമ്മൾ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ സഭ കേന്ദ്രീകരിക്കുന്ന അന്ത്യോക്യ എന്ന് പറയുന്ന പട്ടണമാണ്. അതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പട്ടണമാണ്. റോമൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു വലിയ പ്രാധാന്യമുള്ളൊരു പട്ടണമാണ് അന്ത്യോക്യ. ഈ അന്ത്യോക്യ സഭയെക്കുറിച്ചാണ് നമ്മൾ പിന്നീട് 13-ാം അധ്യായം തൊട്ട് വായിച്ചു വരുമ്പോൾ കാണുന്നത്. ഈ അന്ത്യോക്യയിൽ പത്രോസ് ചെല്ലുന്ന സന്ദർഭത്തിൽ അതിൻ്റെ സംഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഗലാത്യ ലേഖനത്തിലാണ്. 2-ാം അധ്യായം 11 മുതൽ വായിച്ചു വരുമ്പോൾ ഈ മാറ്റങ്ങൾക്കെല്ലാം വിധേയനായ പത്രോസ് വീണ്ടും തനിക്ക് ഇതിൽ പിന്നെയും ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. 2-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കുക. ഗലാത്യ ലേഖനം 2:11 വാക്യം. അന്ത്യോക്യയിൽ വന്നാറേ അപ്പൊ എന്താണ് അവിടെ പൗലോസ് അതെന്താണ് ആ ഗലാത്യ ലേഖനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്? അടുത്ത വാക്യം.
യാക്കോബിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ യെരൂശലേമിൽ നിന്ന് ചിലർ വന്നാറേ അപ്പോൾ ഓൾറെഡി തന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ചിന്തകളൊക്കെ മാറിയായിരുന്നു. ജാതികളുമായിട്ട് തിന്നു കുടിക്കുന്നതിനൊന്നും ഒരു പ്രയാസമില്ലായിരുന്നു. അവരോട് സുവിശേഷം അറിയിച്ചു. അവർ ദൈവമക്കളായി അവരെ സ്വീകരിച്ച ആള് യെരൂശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ യാക്കോബിന്റെ അടുക്കൽ നിന്ന് വന്ന ആളുകളെ ഭയപ്പെട്ടെന്ത് ചെയ്തെന്നാണ് അവിടെ വായിക്കുന്നത്. പരിച്ഛേദനക്കാരെ ഭയപ്പെട്ടവൻ പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ആ ആ ആ ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഗുരുതരമായ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പം പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഈ മാറ്റം ഉണ്ടായെങ്കിലും പിന്നീടും തൻ്റെ ഉള്ളിൽ ആ ചിന്തയുണ്ടായിരുന്നു. നമ്മളതാ മനസ്സിലാക്കണം. അവിടെയും കർത്താവ് പൗലോസിലൂടെ പത്രോസിനെ കറക്റ്റ് ചെയ്യുകയാണ്. പൗലോസ് ചെയ്ത കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചാട്ട്. ആ യഹൂദനായ നീ ആ ആ മതി, നമുക്കറിയാം. അപ്പോൾ അവിടെ അവർ തമ്മിൽ ആ തർക്കമുണ്ടാകുവാൻ കാരണം തന്നെ പത്രോസ് യെരൂശലേമിൽ നിന്ന് വന്ന യാക്കോബിന്റെ അടുക്കൽ നിന്ന് വന്നവരെ ഭയപ്പെട്ട് പിന്നെയും തൻ്റെ ഉള്ളിൽ ആ മുൻവിധി ഉണ്ടായി എന്നാണ് നമുക്ക് ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അവിടെയും പത്രോസിനെ അതേ പൗലോസ് കറക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരുക്കം തൻ്റെ ഉള്ളിൽ ഈ ഒരുക്കം കർത്താവ് തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. നമുക്ക് തിരിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ നിലയിലെല്ലാം പത്രോസിന്റെ ഉള്ളിലുള്ള മുൻവിധിയെ മാറ്റി ജാതികളുടെ അപ്പോസ്തലനായി പത്രോസിനെ ദൈവം ഒരുക്കുന്ന ഒരു ഭാഗമാണ് വാസ്തവത്തിൽ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മുൻവിധികളെ എങ്ങനെ പത്രോസിൽ നിന്ന് ദൈവം നീക്കി എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് വാസ്തവത്തിൽ 2 അധ്യായങ്ങൾ. ഞാൻ പറഞ്ഞാൽ ആദ്യം പത്രോസ് ഇതിന് വിസമ്മതിക്കുന്നു. എന്നാൽ 3 പ്രാവശ്യം ദൈവം ദർശനം കൊടുക്കുന്നു. ക്രമേണ പത്രോസ് വ്യത്യസ്തനാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കാണുന്ന ദൈവത്തിന് സ്തോത്രം. ഈ മാറ്റങ്ങൾക്ക് താൻ വിധേയമായപ്പോൾ പിന്നീടുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ശക്തമായി പത്രോസിനെ ഉപയോഗിക്കുന്ന ഒരു ചരിത്രം കൂടെയാണ് പിന്നീട് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ 10-ാം അധ്യായം 33-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് 10-ാം അധ്യായം 33-ാം വാക്യവും 11-ാം അധ്യായം 15-ാം വാക്യവും കൂടെ ഒന്ന് വായിച്ചാട്ടെ. മതി. ഇനി അതിന് 11-ന്റെ 15-ാം വാക്യം അത് തന്നെയാണ്. 11-ന്റെ 15. ആ ആ മതി. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചന ശുശ്രൂഷയിലെ ഒരു നല്ല ഉദാഹരണമാണ്. 2 കൂട്ടരെ ദൈവം ഒരുക്കുന്നു. ഒന്ന്, പ്രസംഗിക്കാനുള്ള പത്രോസിനെ ദൈവം ഒരുക്കിക്കൊണ്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ കൊണ്ടുവരുന്നു. പ്രസംഗം കേൾക്കാനുള്ളവരെയും കർത്താവ് ഒരുക്കി, കൊർന്നല്യോസിലൂടെ ഒരുക്കി മറ്റുള്ള ആൾക്കാരെയും കൂടെ വിളിച്ച് ആ വീട്ടിൽ കൊണ്ടിരുത്തുകയാണ്. അവിടെ കൊർന്നല്യോസ് പറയുന്ന ആ വാചകം വളരെ പ്രാധാന്യമുള്ളതാണ്. പറയുകയാണ്, ഞങ്ങളെല്ലാവരും നിന്റെ വാക്ക് കേൾക്കുവാൻ, അല്ലെങ്കിൽ ദൈവം നിന്നോട് കൽപ്പിച്ചത് ഇല്ലേ. 10:26 നമ്മൾ വായിച്ചത് എഴുന്നേൽപ്പിച്ചു. അനേകർ വന്നുകൂടിയിട്ടുണ്ട്. ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എതിര് പറയാ. ദൈവം എനിക്ക് കാണിച്ചത് തന്നതുകൊണ്ട് ഞാൻ എതിർ പറയാതെ വന്നു. കൊർന്നല്യോസ് അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരെ 2 പേരെയും ദൈവം ഒരുക്കി. ദൈവത്തിന്റെ വചനം അതെ കേൾക്കുവാനായിട്ടുള്ള ഒരുക്കം. ഇനി അതിന് 33-ാം വാക്യം വായിച്ചാൽ മതി. എല്ലാ വാക്യം വായിക്കും. 33. ക്ഷണിച്ച് ഞാൻ നിന്റെ ആളെ അയച്ചു, നീ വന്നത് കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു.
അപ്പോൾ ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ദൈവവചനം കേൾക്കാനുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഇതാണെന്നാണ് പറയുന്നത്. അതായത് ഒന്ന്, കേൾവിക്കാരെ കർത്താവ് ഒരുക്കുന്നു, പ്രസംഗകനെയും കർത്താവ് ഒരുക്കുന്നു. അപ്പോൾ അവരുടെ ചിന്താഗതി എന്താണ്? കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ എന്ത് ചെയ്തിരിക്കുന്നു? കൂടിയിരിക്കുകയാണ്. അപ്പം ഒരു കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പൂർണ്ണ അളവിൽ അത് അവരിൽ ക്രിയ ചെയ്യുവാനായിട്ട് രണ്ട് നിലയിലുള്ള ഒരുക്കങ്ങളാണ്. ഒന്ന്, കർത്താവ് കൊർന്നല്യോസിനെയും അല്ലെങ്കിൽ അത് കേൾക്കുവാനുള്ളവരെ ഒരുക്കിക്കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനുള്ള പത്രോസിനെയും ദൈവം എന്ത് ചെയ്യുകയാണ്? ഒരുക്കിക്കൊണ്ടവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്? ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ഇരിക്കുന്നത്, ദൈവം കൽപ്പിച്ചത് കേൾക്കുവാൻ വന്നിരിക്കുന്നു എന്നുള്ള ചിന്ത. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി നമ്മൾ ഈ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 10-ാം അധ്യായം 11-ാം അധ്യായം കൂടെ ചേർത്ത് നമ്മളതിൻ്റെ ആരംഭ 18 വാക്യങ്ങളാണ്. ഇതിൽ പറയുന്ന ആ ദൈവിക ഇടപെടൽ, കൊർന്നല്യോസിൻ്റെയും ഭവനത്തിൻ്റെയും രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: പത്രോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ വാക്കുകളെ പത്രോസ് 10:44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ അത് 11-ാം അധ്യായത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കിയേ. 11:15 വായിച്ചേ. 15-ാം വാക്യം, ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ 10:44 എഴുതി ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ. ആ രണ്ട് വാക്കിൽ നിന്ന് രണ്ട് വാക്കിൽ നിന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ആ പ്രസംഗം കംപ്ലീറ്റ് ആയിട്ടില്ല. പത്രോസിന്റെ പ്രസംഗം കംപ്ലീറ്റ് അല്ലായിരുന്നു. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുടെ മേൽ വന്നു. അവര് കർത്താവിനെ കണ്ടു, രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അത് രണ്ട് ഭാഗത്തും അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, പത്രോസിനെ ദൈവം ഒരുക്കി, ജനത്തെയും ദൈവം ഒരുക്കി. ദൈവത്തിൻ്റെ അള്ളപ്പാട് അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിന്നീട് നമ്മുടെ വേർപെട്ട സംഭവങ്ങളിലോ കടന്നു വന്ന പോലെ അവിടെ ഒരു ഓർഡർ കോൾ കൊടുത്തതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മാത്രയിൽ തന്നെ അവരെ കർത്താവിനെ അറിയുവാനിടയായി, യേശുവിനെ അവർ സ്വീകരിക്കുവാനിടയായി. അതുമാത്രമല്ല, അവർ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നു, പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. അവർ അന്യഭാഷയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, താഴോട്ട് നമ്മൾ വരുമ്പോൾ അവിടെയാണ് പത്രോസ് ചോദിക്കുന്നത്, ഇത് വിശദീകരിച്ച് ഇവിടെയുള്ള യഹൂദന്മാരോട് പറയുമ്പോൾ ഒരു കാര്യം പറയുകയാണ്: ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തെങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആര് എന്ന് പറഞ്ഞാൽ, അത് വാസ്തവത്തിൽ ഈ യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർക്കൊരു വാണിംഗ് കൂടെ ആയിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിഘാതമായി നിൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വാണിംഗ് കൂടെ അപ്പോസ്തലന്മാർക്ക് കൊടുത്തത്. നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മളിൽ കൂടെ മാത്രം നമ്മൾ യഹൂദന്മാർ, ഭൂലോകമുള്ള യഹൂദന്മാരോടെല്ലാം പോയി സുവിശേഷം പറയാനായിരിക്കും കർത്താവ് പറഞ്ഞതെന്നുള്ള ചിന്തയിലാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സംഭവത്തെ വിശദമായി വിവരിച്ചിട്ട് ഈ യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാരോട് പത്രോസ് ഇത് പറയുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം കൂടി ഇതായിരുന്നു: നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിക്കൊരു തടസ്സമായി വരാനും സാധ്യതയുണ്ട് എന്ന സൂചനയാണ് അവിടെ കാണുന്നത്. നമ്മൾ ദൈവത്തെ തടുക്കാൻ ചിലപ്പോൾ ഇടയായിന്ന് വരാം, ദൈവപ്രവൃത്തിക്ക് ഒരു തടസ്സമാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ചിന്തയും നമുക്ക് അവിടെ കാണുവാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത്, പത്രോസിൻ്റെ മുൻവിധികളെ കർത്താവ് മാറ്റി ജാതികളുടെ അപ്പോസ്തലനായി പത്രോസിനെ ദൈവം ഒരുക്കുന്നു. 11-ാം അധ്യായം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പത്രോസിൻ്റെ ചിന്താഗതികൾക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 10-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ പത്രോസിനെ എങ്ങനെ തൻ്റെ മുൻവിധികളിൽ നിന്ന് പത്രോസിനെ ദൈവം ഒരുക്കുന്നു. 11-ാം അധ്യായത്തിലെ ആത്മീയ പാഠം എന്ന് പറയുന്നത് തൻ്റെ ചിന്താഗതികളിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിൽ നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ദൈവവചനത്തിൻ്റെ ഒരു കാലത്ത് നമ്മൾ സാമുദായികമായ പശ്ചാത്തലത്തിൽ വളർന്നു വന്നവരാണ്. യേശുവിനെ ഒരു പക്ഷേ മുന്നമേ നമ്മൾ അറിഞ്ഞവരായിരിക്കാം, സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നവരായിരിക്കാം. നമുക്കറിയാം, പൗലോസ് പോലും തൻ്റെ ജീവിത അനുഭവത്തിൽ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പരീശനായിരുന്ന പൗലോസിന് ന്യായപ്രമാണം മുഴുവനും അറിയാം, മശിഹായെക്കുറിച്ചറിയാം, ഗമാലിയലിലെ കാഴ്ചയിൽ നിന്ന് പഠിച്ചവനാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട അനുഭവത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ തൻ്റെ വാചകം ഇതാണ്: എൻ്റെ ഹൃദയം ഇരുളടഞ്ഞിരുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള
ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് എൻ്റെ ഉള്ളങ്ങളിൽ പ്രകാശിച്ചെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ എനിക്ക് അറിയാമായിരുന്നെങ്കിലും എൻ്റെ ഉള്ളം അന്ധകാരമായിരുന്നു. ആ വെളിച്ചം എന്നിൽ വന്നപ്പോഴാണ് എനിക്കത് ബോധ്യമായത് എന്നാണ് പൗലോസ് തൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചും പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ചില കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടല്ല, എന്നാൽ ദൈവം നമുക്കതിനെ പ്രകാശിപ്പിച്ചു തരുമ്പോൾ യേശു രക്ഷിതാവാണെന്നും യേശു കർത്താവ് വീണ്ടും വരുമെന്നും അല്ലെങ്കിൽ യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും ഒക്കെ ഒരു പക്ഷേ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു ക്രൈസ്തവ പാരമ്പര്യമുള്ളവർക്ക് ഒരു പക്ഷേ അത് അറിയാനുള്ള സാധ്യതയുണ്ട്. ബുക്കുകളിലൂടെ വായിച്ച് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടാകാം. നമ്മുടെ രാജ്യത്തും പല സാംസ്കാരികങ്ങളിലൊക്കെ നിന്നവർ യേശുവിൻ്റെ ഉപദേശത്തെയൊക്കെ നന്നായി മനസ്സിലാക്കുന്നവരും അതിനെ വളരെ വിലമതിക്കുന്നവരുമാണ്. പക്ഷെ അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടണമെന്നില്ല, അവർ കർത്താവിൻ്റെ സഭയിലെ അംഗമാകണമെന്നില്ല. കൃപയാൽ നമുക്ക് നമ്മുടെ ഉൾക്കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചതുകൊണ്ടാണ് ഇത് സത്യമാണെന്ന് ഗ്രഹിക്കുവാനും യേശുവിനെ അറിയാനും നമുക്കിടയായത്. അപ്പോൾ ക്രിസ്തീയ അനുഭവങ്ങളുടെ എല്ലാം തുടക്കം അങ്ങനെയാണെങ്കിൽ ഓരോ വഴികളും അങ്ങനെ തന്നെയാണ്. ദൈവം അതാത് സമയത്ത് നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്ന ദൈവവചനത്തെ. അപ്പം എങ്ങനെയാണ് പത്രോസിൻ്റെ ചിന്താഗതികളെ ദൈവം മാറ്റിയെന്നുകൂടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ചിന്ത, ഈ 11-ാം അധ്യായത്തിലെ ചിന്ത അതാണ്. പത്രോസിൻ്റെ ചിന്താഗതികളെ എങ്ങനെ കർത്താവ് മാറ്റി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ 11-ാം അധ്യായം. നമ്മൾ റോമാലേഖനത്തിൽ പഠിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ഈ ലോകത്തിന് അനുരൂപരാകാം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കുന്നത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ്റെ ഒരു പ്രോസസ്സാണ്, നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രോസസ്സാണ്. അത് ഇങ്ങനെ ക്രമേണ നടന്നുകൊണ്ടിരിക്കണം. വാസ്തവത്തിൽ നമ്മൾ ഒരിക്കൽ ഗ്രഹിച്ചു, നമ്മൾ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ശിശുക്കളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓരോ ദിവസവും പരീശന്മാരോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിനെ അവർ തെറ്റിദ്ധരിച്ച് ഒരിക്കൽ പറഞ്ഞു, ഇവൻ തിന്നിയും കുടിയനുമായ മനുഷ്യനാണ്, പാപികളോടുകൂടെ. കർത്താവാണ് ഏറ്റവും അധികം മുൻവിധിക്ക് വിധേയനായൊരു മനുഷ്യൻ നമ്മുടെ കർത്താവ് തന്നെയാണ് കേട്ടോ. കർത്താവ് ഇങ്ങനെ പാപികളോടും ചുങ്കക്കാരോടും ഒക്കെ കഴിക്കാൻ പോകുന്ന നോക്കി ഇവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. ഒരു 1-2 വാക്യങ്ങൾ നോക്കി. കർത്താവിനെ മുൻവിധിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്കിലും ആ ഭാഗം 1-2 വാക്യങ്ങൾ നോക്കിയാൽ ഏറ്റവും അധികം മനുഷ്യർ തെറ്റിദ്ധരിച്ചതും അതേ മുൻവിധിക്ക് വിധേയനായതും നമ്മുടെ കർത്താവ് തന്നെയാണ്. നമുക്ക് ആ ഭാഗങ്ങൾ അറിയാവുന്നതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 10-ാം വാക്യം ഒരാളൊന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 9:10. വേറൊരാൾ മർക്കോസിന്റെ സുവിശേഷം 2:15 വാക്യം. യേശുവിനോട് ചുങ്കക്കാരനും പാപികളോട് ഭക്ഷിക്കുന്നത് എന്തെന്നുള്ള അവർക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15-ാം വാക്യം. മർക്കോസ് 2:15 മുതൽ ചില വാക്യങ്ങൾ. ചോദിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യം, അല്ലെങ്കിൽ ലൂക്കോസ് 15-ാം വാക്യം 15-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ മതി. ഒത്തിരി വേദഭാഗങ്ങളുണ്ട്. 15:2 ലൂക്കോസ്. പിറുവിറുത്തു. അപ്പൊ യേശു ഏറ്റവും കൂടുതൽ പിറുവിറുപ്പും മുൻവിധിയും കർത്താവിനുണ്ടായത് ഈ ഒരു വിഷയത്തിലാണ്. ലൂക്കോസിന്റെ വിഷയം 5:29 വായിച്ചു. 5:29 കൂടെ. എന്ന് പറഞ്ഞു. പിറുപിറുത്തു. യേശു അവരോട് പറഞ്ഞ് ശ്രദ്ധിക്കുക. അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവിനെ അതേ അന്നത്തെ പരീക്ഷ സമൂഹം തെറ്റിദ്ധരിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും മുൻവിധിയോടെ കാണുന്നതുമായ വേദഭാഗമാണ് നമുക്ക് അവിടെ എല്ലാം കാണുവാൻ കഴിയുന്നത്. അതിലവർ പിറുവിറുത്തതായിട്ട് പറയുന്നുണ്ട്. അവർ കർത്താവിനെ
ആ നിലയിൽ കാണുന്നതായിട്ട് നമുക്ക് അവിടെ എല്ലാം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോഴുമെല്ലാം അത് വളരെ കൃത്യമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ എല്ലാം മത്തായിയുടെ സുവിശേഷത്തിലെ ആ വാക്യത്തിൽ ഒരു പദം കൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വരാം. 9:13 വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. മത്തായിയുടെ സുവിശേഷം 9:13 കർത്താവ് തിരിച്ച് മറുപടി കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. യാഗത്തിലല്ല കരുണയിൽ അത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി ഈ പഠിക്കാൻ പറഞ്ഞ ആരോടാണെന്നറിയാം? പരീശന്മാരോട്. അവർ പുറവൃത്തവരോട് കർത്താവ് പറയാണ്, നിങ്ങൾ ഒന്നുകൂടെ പോയി ആ ന്യായപ്രമാണം ഒന്നുകൂടെ പഠിച്ചിട്ട് വാ. ന്യായപ്രമാണത്തിൻ്റെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, ഒന്നുകൂടെ പോയി അതൊന്ന് വായിച്ചേച്ച് വരാൻ. നിങ്ങൾ അതൊന്നുകൂടെ ഒന്ന് പഠിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറക്കുമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ പത്രോസിനെ സംബന്ധിച്ചും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലിരുന്ന പത്രോസിനെ ഈ 11-ാം അധ്യായത്തിൽ കർത്താവ് രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ചിന്തനീയമാണ്. 3 നിലയിലാണ് അവർ തെറ്റായി ചിന്തിച്ചുകൊണ്ടിരുന്നത് പരിച്ഛേദനക്കാർ. ഒന്ന്, ഈ യഹൂദന്മാരുടെ അടുക്കലേക്ക് ചെന്നു, അല്ലെങ്കിൽ യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരുടെ അടുക്കൽ പത്രോസ് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഒന്നാണ്, നീ അവരോടുകൂടെ എന്ത് ചെയ്തു? പോയി ഭക്ഷണം കഴിച്ചു. വാസ്തവത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ ചെന്ന് ധാരാളം ആളുകൾ കൂടി വന്നിടത്ത് സുവിശേഷം പങ്കുവെച്ച് ധാരാളം ആളുകൾ കർത്താവിനെ അറിഞ്ഞു. ആ സന്തോഷത്തിൽ അവർ ഓടി വരികയാണ്. അല്ലെങ്കിൽ പത്രോസ് അത് വിവരിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ കൺസേൺ എന്താണ്? നീ അവരുടെ കൂടെ പോയി. അപ്പോൾ അവരുടെ ചിന്തയെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവിടെ ആളുകൾ രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല അവർക്ക് വിഷയം. നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നീ എന്തുകൊണ്ട് അകന്നു പോയതൊരു തെറ്റായ ചിന്താഗതിയായിരുന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് അതിനോട് ചേർന്നൊരു ചിന്താഗതി, അതായത് യഹൂദന്മാർ മാത്രമാണ്, അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് മാത്രമാണ് കർത്താവ് ഇങ്ങനെ ഒരു കൂട്ടത്തെ വേർതിരിക്കുന്നത്. അല്ലെങ്കിൽ വിജാതീയരായ ആളുകൾ വരുവാണെങ്കിൽ തന്നെയും അവർ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏറ്റിരിക്കണം. അത് യഹൂദന്മാരുടെ ഒരു വലിയ വാദഗതിയായിരുന്നു. നമുക്കറിയാം, അത് പിന്നീട് മാറ്റിയെടുക്കാനൊക്കെ വളരെ പരിശ്രമങ്ങൾ നടന്നതായിട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വരുമ്പോൾ 15-ാം അധ്യായം തന്നെ യെരുശലേം കൗൺസിൽ കൂടുന്നത് തന്നെ എന്തിനാണ്? പരിച്ഛേദന എന്നുള്ളൊരു വിഷയത്തിൻ്റെ പേരിലാണ് ആദ്യത്തെ സഭാ കൗൺസിൽ കൂടുന്നത്. പരിച്ഛേദന എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്, അതിൻ്റെ തർക്കം പരിഹരിക്കാനാണ്. അപ്പോൾ അത് പിന്നീട് സഭയിൽ വലിയ പ്രശ്നമായൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, യഹൂദന്മാർ ചിന്തിച്ചിരുന്നത് എന്തുവാണ്? അഥവാ വിജാതീയരായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പരിച്ഛേദനയെങ്കിലും ഏറ്റെങ്കിലേ ഞങ്ങൾക്ക് അവരോടുകൂടി ഇരുന്ന് ആരാധിക്കാം. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടം ജനങ്ങൾ കർത്താവിനെ അറിയുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. അങ്ങനെ ഒരു ചിന്താഗതി, തെറ്റായ ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വിജാതീയരുടെ അടുക്കിലേക്ക് സുവിശേഷം കടന്നു ചെല്ലുവാൻ തടസ്സമുണ്ടായിരുന്നു എന്ന് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, യഹൂദന്മാരെ സംബന്ധിച്ച്, യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് അവർക്കൊരു സെറ്റ് ഓഫ് പാറ്റേൺ, ഇങ്ങനെ ദൈവം പ്രവർത്തിക്കാവൂ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളവിടെ കണ്ടു, അവർ ദൈവവചനത്തെ കാണുന്നത് പോലെ, അവരെങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പരിച്ഛേദനയും സ്വീകരിച്ച്, മോശ കൽപ്പിച്ച ചില പ്രമാണങ്ങൾ സ്വീകരിച്ച്, ഈ ഭക്ഷണ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതായ വ്യവസ്ഥകളും ഒക്കെ പാലിച്ച് നിങ്ങൾ വന്ന് യേശുവിനെ കൈക്കൊണ്ടാൽ അവർക്ക് കുഴപ്പമില്ല, അവരംഗീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ നേരിട്ടൊരാൾ, ഒരു വിജാതീയൻ കർത്താവിനെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്വീകരിക്കാൻ പര്യാപ്തമല്ല. അപ്പം അവർ ഇച്ഛിക്കുന്ന വഴിയിൽ കൂടെ ഇത് നിങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് വരാം എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നെന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പത്രോസിനെ ദൈവം എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം മാറ്റിയെടുത്തതെന്നുള്ളതിൻ്റെ 6 കാര്യങ്ങൾ, അത് വളരെ ചിന്തനീയമാണ്. അതോടെ പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പത്രോസ് ആദ്യം കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഒരിക്കലും വരുത്, എന്നെ കൊണ്ട്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ എനിക്കിത് പറ്റത്തില്ലെന്നാണ് പത്രോസ് ആദ്യമേ പറഞ്ഞത്. ബൈ നോ മീൻസ് ലോഡ്, എനിക്ക് പറ്റുകയില്ല, അരുത് കർത്താവേ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ പത്രോസ് ആ ഒരു ചിന്തയിൽ തന്നെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമുക്ക് ദൈവസന്നിധി വരാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ പത്രോസിൻ്റെ ചിന്താഗതി ദൈവം മാറ്റി. നമുക്ക് താഴോട്ട് വായിക്കാനായിട്ട് കഴിയുന്നത്, ഒന്ന്, പത്രോസിനെ ദൈവം മാറ്റാനുള്ള അടിസ്ഥാന കാരണം വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കർത്താവിനോട് അടുത്തിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ മാറ്റുന്നത്. ഇവിടെ അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന അതിൻ്റെ നിർവചനം എന്താ? കർത്താവിനോട് അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പത്രോസ് എന്താണ് ഇവിടെ ചെയ്തത്? വാസ്തവത്തിൽ കൊർന്നേല്യോസിൻ്റെ കാര്യം പറയുമ്പോഴും പത്രോസിൻ്റെ കാര്യം പറയുമ്പോഴും ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന നേരത്താണ് കർത്താവ് അവരെ ഗൈഡ് ചെയ്യുന്നത്. എനിക്കറിയാം, ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ
നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലൊരു പ്രാർത്ഥന ജീവിതത്തിൽ ഞാൻ വളർന്നിട്ടുണ്ടോ എന്നൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഈ തിരുവചനം വായിക്കും. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികളെല്ലാം ഒരു നിലയിലല്ലേ മറ്റൊരു നിലയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലൊരു പ്രാർത്ഥനാ ജീവിതം വളർത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടെ. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ ഒരു ദർശനം പത്രോസിനുണ്ടാകുന്നു. അതാണ് അതിൻ്റെ ആ വഴിത്തിരിവിന് കാരണമായി നിന്നത്. അപ്പം പത്രോസിൻ്റെ ചിന്താഗതികളെല്ലാം മാറ്റാനായിട്ട് മുൻപന്തിയിൽ നിന്നത് ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. ഇപ്പം രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ളൊരു പ്രാർത്ഥനാ ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. രണ്ട്, ഇവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പേഴ്സണൽ പ്രെയറാണ്. കർത്താവുമായി വ്യക്തിപരമായി സമയം ചെലവഴിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നവർ. ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഈ പെന്തക്കോസ്ത് അനുഭവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം, നമ്മൾ കൂടുതൽ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ നല്ലത് വ്യക്തിപരമായ ജീവിതത്തിലൊരു പേഴ്സണൽ പ്രെയർ ലൈഫ് നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കാര്യമാണ്. എൻ്റെ സ്വഭാവ ശുശ്രൂഷയെ ഞാൻ മനസ്സിലാക്കിയത്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ രണ്ടുപേർ കൂടെ ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കാം, തന്നിരുന്ന വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും. എന്ന് പറഞ്ഞാൽ തന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചും അല്ല പറയുന്നത്, നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനയെക്കുറിച്ച്. നമ്മളൊരു വിശ്വാസ ജീവിതത്തിൽ വന്നൊരു 10 വർഷമായി അല്ലെങ്കിൽ 15 വർഷമായി, കുറഞ്ഞതൊരു 1 hour പേഴ്സണൽ ലൈഫിൽ കർത്താവുമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? 1 hour എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. നിങ്ങളിവിടെയൊക്കെ ജോലിയിലും മെത്തപ്പാടും ഉറക്കവും ശാരീരികമായി പല ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറഞ്ഞത്, കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ളൊരു പ്രാർത്ഥന ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ ചിന്തനീയമാണ്. അപ്പം പത്രോസിനെ മാറ്റാനായിട്ട് ദൈവം ഉപയോഗിച്ച ഒന്നാമത്തെ വഴി, ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, പത്രോസിനും വചനം അറിയാമെന്ന് ചോദിച്ചാൽ അബ്രഹാമിൻ്റെ വാഗ്ദത്തം തൊട്ടിങ്ങോട്ടെല്ലാം പത്രോസിന് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഈ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് പത്രോസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അവിടെ പത്രോസിനെ മാറ്റുന്നത്, ഒന്ന് തൻ്റെ പ്രാർത്ഥനാ ജീവിതം, രണ്ടൊരു വിഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമുക്കിപ്പം ഈ വന്ന കാലത്തൊരു വിഷൻ വെളിപ്പാട് കിട്ടിയാൽ തന്നെ അത് സത്യമാണ്. അത് എന്താ പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കാൻ നമ്മൾ പാടുപെടുന്നു. ഒത്തിരി പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടാൽ തന്നെ നമ്മൾ ഏതെല്ലാം നിലയിൽ അതിനെ വ്യാഖ്യാനിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എനിവേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പത്രോസിനൊരു വിഷൻ ഉണ്ടാകുന്നു. അത് തൻ്റെ ജീവിതത്തെയും ചിന്താഗതികളെയും ഒക്കെ മാറ്റുവാൻ വളരെ അത് ഉപകരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ കാണുന്നത്, അതുവരെയും പത്രോസ് ഒരു കംഫർട്ട് സോണിലായിരുന്നു, അല്ലേ? യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ തന്നെ നിന്ന് യെരൂശലേമിലൊക്കെ നിന്നു. എന്നാൽ താൻ ഉദ്ദേശിക്കാത്തൊരു സ്ഥലം, ഒരു തോൽക്കൊല്ലനായ ശീമോന്റെ ഭവനത്തിൽ പോയി താമസിക്കുന്നു. വ്യത്യസ്തമായൊരു സാഹചര്യത്തിലേക്ക് പത്രോസ് അവനെ കൊണ്ടുപോകുന്നു. അത് ഈ സംഭവത്തോട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ചില പ്രതികൂല സാഹചര്യങ്ങളോടൊക്കെ ദൈവം കൊണ്ടുപോകുമ്പോഴേ നമുക്ക് ഒരു ചേഞ്ച് വരത്തുള്ളൂ. അത് നമ്മുടെ അനുഭവമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പത്രോസിനെയും അങ്ങനെ ദൈവം ക്രമേണ കൊണ്ടുപോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. മറ്റൊന്ന്, നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ, കർത്താവ് കരുണയുള്ളവനാണ്. നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മെ അങ്ങ് ഉപേക്ഷിക്കത്തില്ല. വീണ്ടും വീണ്ടും നമ്മളെ എന്ത് ചെയ്യുന്നു? ഈ 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചതിലൂടെ, ആ ദർശനം തന്നെ 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഒരു കാര്യം തന്നെ 3 പ്രാവശ്യം കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചാണേലും ഇത് 2 പ്രാവശ്യം ലൂക്കോസ് നമുക്കിത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, ഇത് അവിടം കൊണ്ടും തീരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും ഈ വിജാതിയരുടെ വിഷയം അവിടെ കൗൺസിലിൽ വരുന്നു. അവിടെയും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നു, അതിനൊരു പരിഹാരം ഉണ്ടാകുന്നു. അവിടെയും ആ വിഷയം തീരുന്നില്ല. നമ്മൾ ഗലാത്യ ലേഖനത്തിലെ സംഭവം വായിച്ചു. അന്ത്യോക്യയിൽ വന്നപ്പോഴും പത്രോസിന് ഈ വിഷയമുണ്ട്, ഈ പ്രശ്നമുണ്ട്. അവിടെ നമ്മൾ കാണുന്ന പത്രോസിൻ്റെ ഉള്ളിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എന്നാൽ അവിടെയും പത്രോസിനെ കറക്റ്റ് ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നത്, ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെ മാറ്റങ്ങൾക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാസ്തവമായ കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളതിനൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി എന്നുള്ളത് വളരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. ഒരിക്കൽ 90 വയസ്സുള്ള ഒരു അമ്മ സ്നാനപ്പെടാനായിട്ട് ജലത്തിലേക്ക് ഇറങ്ങാന്നൊരു അമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അവർ പറഞ്ഞത്, എൻ്റെ ഭാഷ ഇതെനിക്ക് കുറച്ചുകൂടെ നേരത്തെ അറിയാൻ പറ്റിയില്ലല്ലോ. അപ്പം നമ്മൾ പറയുന്നത്, ദൈവം അമ്മയ്ക്ക് തന്ന സമയം ഇതാ എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ആശ്വസിപ്പിക്കുന്നത്.
ചില ആത്മീയ സത്യങ്ങൾ നമുക്കും അങ്ങനെ കുറേ കഴിഞ്ഞ് അന്നേരം നമുക്ക് തോന്നും ഇത് കുറച്ചുകൂടെ മുമ്പേ വെളിപ്പെടേണ്ടതായിരുന്നു എന്ന് പറയാൻ സാധ്യതയുണ്ട്. പോകട്ടെ, അടുത്ത അധ്യായത്തിലേക്ക് അടുത്ത സംഭവം നമ്മൾ വരുമ്പോൾ, ദൈവവചനമാണ് എല്ലാത്തിനും അടിസ്ഥാനം. ദൈവവചനമാണ്. നമ്മൾ ഇവിടെ നോക്കിയ പത്രോസിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി 11-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുന്നത് തന്നെ ക്രമമായി ഓരോ സംഭവങ്ങളും വിവരിച്ച് ഇതെല്ലാം പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് പത്രോസ് ഒടുവിൽ പറയുന്നുണ്ട്, കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഒടുവിൽ പത്രോസിൻ്റെ ചിന്തയെ സ്വാധീനിച്ചത് കർത്താവ് പറഞ്ഞ കാര്യം തനിക്ക് അന്നേരം ഓർമ്മ വന്നു. അപ്പം ആ ദർശനം കണ്ടതും, അതാ ഞാൻ മുമ്പേ പറഞ്ഞു, ചില ദർശനങ്ങളൊക്കെ ചിലപ്പം വെളിവുകേടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസും വെളിപ്പാടും ഒക്കെ ദൈവവചനത്തോട് ചേരുന്നതായിരിക്കണം. അങ്ങനെ വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. ദർശനമൊക്കെ ഇന്നും ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ദൈവവചനം എന്ന അളവുപോലെ വെച്ച് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. അപ്പോൾ പത്രോസിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും അവിടെ പറയുന്നു കർത്താവ് പറഞ്ഞതോർത്തു. അപ്പം കർത്താവ് പറഞ്ഞതും തൻ്റെ അനുഭവം കൂടെ വെച്ച് നോക്കിയപ്പോൾ തനിക്ക് വ്യക്തമായി ഇത് ദൈവം എനിക്ക് കാണിച്ചൊരു വഴിയാണ്. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്ന് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ വിളിച്ചതാണെന്ന് പത്രോസിന് ഉറപ്പ് വരുത്തിയത് ആ ദൈവവചനം തന്നെയാണ്. കർത്താവ് പറഞ്ഞ വാക്കുകളാണ് താൻ ഓർത്ത് ഉറപ്പ് വരുത്തിയതെന്ന് നമ്മൾ ആ വാക്യത്തിൽ കണ്ടു. 2 പോയിനൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 5-ാമതായി നമ്മളിവിടെ കാണുന്നത്, നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ദൈവം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ സർവശക്തനാണ്. ജാതികളായ ഈ വിജാതീയരായ ആളുകളെ രക്ഷിക്കുവാൻ ദൈവത്തിന് അത്ഭുതമായ വഴികളുണ്ട്. അതുകൊണ്ടാണ് യഹൂദന്മാരോട് ഇത് വിശദീകരിച്ച് പറയുമ്പോൾ ദൈവത്തെ തടുക്കുവാൻ നമ്മൾ ആരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ പരമാധികാരത്തെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുവാൻ ദൈവമക്കളായി നമ്മൾ ബാധ്യസ്ഥരാണ്. ഒടുവിലായി നമ്മൾ കാണുന്നത്, നമ്മൾ അങ്ങനെ കർത്താവിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്തായി നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയാകും. യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരോട് ഈ കാര്യം പറഞ്ഞപ്പോഴും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നത്, അപ്പോസ്തലന്മാർ ഇത്ര കരുതിയുള്ളൂ, അത് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതിനെ ഇപ്പം നമുക്ക് പത്രോസ് ഇതൊക്കെ വന്നിങ്ങനെ വിശദമായിട്ടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അന്നേരം ഒരു സന്തോഷം ഉണ്ടായാലും പിന്നീട് ചരിത്രം പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത് പിന്നീട് യെരുശലേം സഭയെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പത്രോസ് ഇത് വന്ന് പറഞ്ഞപ്പോൾ അവർക്ക്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കൊരു മിഷൻ ചലഞ്ച് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ, എന്നാൽ നമുക്കും ഇത് തുടങ്ങാമെന്ന് പറഞ്ഞ് അവർ മുന്നിൽ വരേണ്ടതാണ്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് യെരുശലേം എന്നുള്ള കേന്ദ്രം വിട്ട് അന്ത്യോക്യയിലോട്ടാണ് ഇത് മാറിപ്പോകുന്നത്. യെരുശലേമിലെ സഭയുടെ പ്രാധാന്യം അവിടെ കുറഞ്ഞു വരുന്നു. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, അവർ പിന്നെയും ആ യഹൂദന്മാരെന്നുള്ള നിലയിൽ നമുക്കറിയാം, യെരുശലേമിൽ ഇത് ആരംഭിച്ചു, യഹൂദന്മാരുടെ ഇത് പടർന്നു വന്നു, ശമര്യയിലേക്ക് ഫിലിപ്പോസിനെ ദൈവം അയക്കുന്നു. അവിടം കൊണ്ടൊക്കെ അവർ തൃപ്തരായിരുന്നു. ചില പ്രതികൂലങ്ങൾ അവിടെ വന്നു, പെർസിക്യൂഷൻ ഉണ്ടായപ്പോൾ അവർ ചിതറിപ്പോയി. ദൈവമാണ് അതിനെല്ലാം മുഖാന്തരം ഒരുക്കിയതെങ്കിലും പിന്നെയും അവിടെ തന്നെ ഒതുങ്ങിക്കൂടാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കും, അന്ത്യോക്യയിൽ വെച്ച് അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും ഇടപെടുന്നു. അന്ത്യോക്യ സഭയാണ് പിന്നീട് ഒരു മിഷൻ സഭയായിട്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടത്. പിന്നീട് നമ്മൾ യെരുശലേം സഭയെക്കുറിച്ചൊന്നും പിന്നീട് വായിക്കുന്നേയില്ല. ഞാൻ പറഞ്ഞു വന്നത്, പത്രോസ് ഇത് ചെന്ന് പറയുമ്പോഴും അവർ വിചാരിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് മാത്രം അവർ കരുതി. ഒരു പക്ഷേ അതിൻ്റെ പ്രാധാന്യത്തെ അവർ മനസ്സിലാക്കാതെ പോയി. എന്നാൽ ആ ദൗത്യമേറ്റെടുത്ത ആ മാറ്റത്തിന് വിധേയനായ പത്രോസിലൂടെ പിന്നെ നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരു കൊർന്നല്യോസ് ഒരാൾ വന്ന് അപേക്ഷിക്കുന്നതൊന്നുമല്ല. പിന്നെ നമ്മൾ കാണുന്നത് അപേക്ഷ കൂടാതെ തന്നെ ജാതികളിലേക്ക് 3 മിഷണറി യാത്ര പൗലോസ് അങ്ങ് പോവുകയാണ്. പിന്നെ അതാണ് മിഷൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ തുടക്കമാണ്. കൊർന്നല്യോസിനെ ദൈവം ഒരുക്കി ദർശനം കൊടുത്ത് ഇങ്ങോട്ട് വരുന്ന ഒരാളെ ചെന്ന് സന്ധിക്കുന്നതാണെങ്കിൽ 13-ാം അധ്യായം തൊട്ട് വായിച്ചു നോക്കിയാൽ 3 മിഷണറി യാത്രയാണ്. ബൃഹത്തായ ദൈവീയ പദ്ധതിക്കായിട്ട് ദൈവം പൗലോസ് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുവാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പഴയ ദൈവത്തിൽ ഇങ്ങനെ ഒരു വേദഭാഗമുണ്ടല്ലോ, എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നീ രാജധാനിയിലിരിക്കുന്നത് കൊണ്ട് സകല യഹൂദന്മാരിൽ വെച്ച് നിനക്ക് നീ രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കരുത്. പിന്നെ ദൈവം നിന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത് ഇപ്പോൾ യഹൂദ ജാതിക്ക് വേണ്ടി നിലകൊള്ളാനാണ്. നീ അത് ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരിടത്തു നിന്ന് യഹൂദൻ ഉദ്ധാരണമുണ്ടാകും. ദൈവമക്കളെ, നമ്മെ ദൈവമാക്കിയ സ്ഥാനത്ത് വിശ്വസ്തരായി ദൈവരാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ. നമ്മളിൽ അല്ലെങ്കിൽ മറ്റൊരാളെ
ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തിന്, ദൈവഹിതം നിറവേറ്റേണ്ടതിനായി ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. എന്നാൽ കൃപയാൽ എന്നെ നിങ്ങളെ ദൈവം കണ്ടു ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ ദൈവവചനത്തെ ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ കണ്ണു തുറന്ന്, മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ പത്രോസിന് പഴയ നിയമം എല്ലാം അറിയാം, ദൈവവചനമെല്ലാം അറിയാം. എന്നാൽ പത്രോസിനെ ക്രമേണ ദൈവം തൻ്റെ ചിന്താഗതികളെ, മുൻവിധികളെ മാറ്റി ആഴമായൊരു പ്രാർത്ഥന ജീവിതത്തിലുടമയാക്കി, ദൈവീയ ദർശനം നൽകി, ദൈവവചനത്തിന് കാഴ്ചപ്പാട് നൽകി. ജാതികളുടെ അപ്പോസ്തലനായി പത്രോസിനെ ഉപയോഗിച്ചതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവെ ഒന്നുകൂടെ മുൻവിധി കൂടാതെ ദൈവവചനത്തിലേക്ക് ഒന്നുകൂടെ കണ്ണോടിച്ച്, കർത്താവെ ഞാൻ ഇന്നായിരിക്കുന്ന ആത്മീയ അനുഭവത്തിൽ ഞാൻ തൃപ്തനായിരിക്കാതെ ഈ കാലഘട്ടത്തിൽ കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി നിദാനമായി നിൽക്കുന്നത് ഒരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതമാണ്. ഒരു പരീക്ഷ മനോഭാവം നമ്മളിൽ ഉണ്ടാകാതെ, കർത്താവെ നീ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മെ തന്നെ ശോധന ചെയ്താൽ ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സഹോദരന്മാർ ഒരാൾ പ്രാർത്ഥിച്ചാണ്.